പ്രൈസ് ഗാഡ്. എന്നെ കേൾക്കുന്ന എല്ലാ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കപ്പെട്ടത്. റോമർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ നൽകിയിരിക്കുന്ന ഒരു ലേഖനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് 8-ാം അധ്യായം എന്ന് പറയുന്നത്. പ്രധാനമായും ഈ അധ്യായത്തിൽ മരണത്തിൽ നിന്നുള്ള ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ സ്നേഹവും വിശ്വാസത്തിലുള്ള ജീവിതവും ആത്മാവിനുള്ള ആത്മനിറവിലുള്ള ജീവിതവും ദൈവത്തിന്റെ മകൻ എന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൾ എന്ന ബോധ്യത്തിലുള്ള ജീവിതവും വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന അധ്യായമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം. അതിൽ നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ട വേദഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് ഒത്തിരി ബലം നൽകിയ, ഒത്തിരി ധൈര്യം നൽകിയ ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തതിൻ്റെ പുറകിലുള്ള വലിയൊരു ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? തിരിച്ചറിയുക, ജീവിതത്തിനകത്തുള്ള എല്ലാ അനുഭവങ്ങളും എല്ലാ അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുകയാണ്. ഇവിടെ പറയുന്നത് ആർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതെന്ന് ഈ വാക്യത്തിൽ വ്യക്തമായി കാണാൻ കഴിയും. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. 2, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എപ്പോഴും അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, എപ്പോഴും കൂട്ടായ്മയുണ്ടെങ്കിൽ അതിനർത്ഥം അവർ പരസ്പരം നല്ല സ്നേഹബന്ധത്തിലാണെന്ന് ആണ് അർത്ഥം. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദൈവത്തോട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് പോലെ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവത്തോട് നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരു പുത്രൻ എങ്ങനെ തൻ്റെ പിതാവിനോട് സംസാരിക്കുമോ അങ്ങനെ പിതാവിനോട് സംസാരിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ മേൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്. നാം എല്ലാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കാരണം ആ ബോധ്യമാണ്, ആ പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ എപ്പോഴാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എപ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് മറ്റെല്ലാത്തിനേക്കാൾ അധികമായി കർത്താവിനോട് സംസാരിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്നോ, അവിടെയാണ് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നത്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. 2-ാമത്തെ കാര്യം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എന്താണ് നിർണയപ്രകാരം വിളിക്കപ്പെടുക എന്ന് പറയാൻ കാരണം? ലോകസ്ഥാപനത്തിന് മുമ്പ് നാം എല്ലാം ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ എല്ലാം മേൽ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നമ്മുടെ മേലുണ്ട്. വലിയ വാഗ്ദത്തങ്ങളെ ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മളെ ദൈവം കണ്ടത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലല്ല, കഴിഞ്ഞ നാളുകളിലല്ല, നാം ജനിച്ചപ്പോഴല്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടു, കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? നിർണയപ്രകാരമുള്ള വിളിയാണ് ഇത്. നിർണയിക്കപ്പെട്ട, ഉറപ്പിക്കപ്പെട്ട വിളിയാണ്. ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും ഇതിൽ നിന്നും നമ്മളെ മാറ്റാൻ കഴിയുകയില്ല. ഒരു ജീവിത സാഹചര്യങ്ങൾക്കും നമ്മളെ ഇതിൽ നിന്നും കുഴച്ചു കളയാൻ കഴിയത്തില്ല. അത്രമേൽ ഉറപ്പിക്കപ്പെട്ട വിളിയുടെ നിർണയം നമ്മുടെ മേലുണ്ട്. അങ്ങനെ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിങ്ങളെ നോക്കി ദൈവവചനാടിസ്ഥാനത്തിൽ ഒരു ദൈവശബ്ദത്തെ കൈമാറാം. നിങ്ങൾക്ക് സകലവും
നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഠിനമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയേക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒരിക്കലും നിങ്ങളെ തിന്മയിലേക്കോ കഷ്ടതയുടെ അനുഭവത്തിലേക്കോ വേദനയുടെ അനുഭവത്തിലേക്കോ ദൈവം നടത്തുന്നില്ല. പകരം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിർണയപ്രകാരം വിളിച്ചു എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ, യഥാർത്ഥ ദൈവ മക്കളുടെ വിളിയുടെ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾക്ക് ഒന്നും ദോഷമായി വരികയില്ല. ഒന്നിനും ഒരിക്കലും ഒരു ദോഷവും നിങ്ങളെ ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മ നിങ്ങൾ ഉറപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവവചനത്തിന്റെ ജീവനിൽ വസിക്കുക. ദൈവവചനം നിങ്ങളെ എപ്പോഴും ഓരോ നിമിഷവും നിങ്ങളെ ക്രിസ്തുവിൽ നടത്തുകയും ആത്മനിറവിൽ ജീവിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.